ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നാച്ചുറലായി ലഭിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഈ ഡ്രിങ്ക് ലഭിക്കുന്നത് വാഴയുടെ തണ്ടിൽ നിന്നാണ് കേട്ടോ. വീട്ടിൽ തന്നെയുള്ള വാഴ ആയതുകൊണ്ട് നമ്മൾ ഏകദേശമൊക്കെ ഒരു പഴുപ്പായപ്പോഴാണ് അത് വെട്ടണത്. വാഴക്കൊല മറ്റൊരു വാഴയുടെ മുകളിലൂടെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും മറ്റേ വാഴ കേടുവരാതെ തന്നെ അച്ഛനും അമ്മയും അത് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പഴയ ആൾക്കാർക്കൊക്കെ ഈ ഇല കണ്ട അറിയാമായിരിക്കും കേട്ടോ. ഇതിൻ്റെ പേരാണ് വാദംകൊല്ലി. വാദത്തിനൊക്കെ ഇതിൻ്റെ ഇല തിളപ്പിച്ച് വെള്ളം ഇട്ടിട്ട് കുളിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രസവശേഷം സ്ത്രീകൾക്ക് ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ കുളിക്കുന്നത് ഇടുപ്പുറയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. വാഴക്കൊലയ്ക്ക് വെട്ടിമാറ്റിയ ശേഷം നമ്മൾ ഇതുപോലെ ഏകദേശം ഒരു അരഭാഗം തണ്ട് വെട്ടിമാറ്റാതെ അവിടെ തന്നെ വെക്കണം. ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ നടുഭാഗത്ത് ഒരു ഹോൾ ഇട്ട് വെക്കണം കേട്ടോ. ഏകദേശം നമുക്കൊരു സ്പൂണൊക്കെ ഇട്ടിട്ട് കൊള്ളാവുന്ന തരത്തിൽ മാക്സിമം നമുക്ക് കുഴിക്കാൻ പറ്റുന്നത് വരെ നമുക്ക് ഇതുപോലെ അടർത്തിയെടുക്കാം കേട്ടോ. ശേഷം നമ്മൾ ഇതിൽ 1/4 കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇടാം. ചിലർ ഇതിൽ പഞ്ചസാര കൂടി ചേർക്കുന്നത് കാണാം, പക്ഷെ നമ്മളിതിൽ ഇടുന്നില്ല കേട്ടോ. വെറും വയറ്റിലല്ലേ നമ്മളിത് കുടിക്കുന്നത്. പഞ്ചസാര നല്ലതല്ലാത്തതുകൊണ്ട് നമ്മളിതിൽ പഞ്ചസാര ഇടുന്നില്ല. ശേഷം നമ്മൾ ഇതുപോലെ ഒരു വാഴയില എടുത്തിട്ട് ആദ്യം മുകളിലൊന്ന് കെട്ടുണ്ട്. നമ്മളിതിൽ പുറത്ത് വായു കിടക്കാതെ അല്ലെങ്കിൽ ഈച്ച എന്തെങ്കിലുമൊക്കെ വരുമല്ലോ, പ്രാണികൾ വീഴാത്ത വിധം നന്നായി മുറുക്കി കെട്ടണം. ലാസ്റ്റ് ഇതുപോലെ ഒരു കവർ കൂടി വെച്ചിട്ട് നമ്മൾ കെട്ടുന്നുണ്ട്. ഇനി നമുക്കിതൊരു 8-9 മണിക്കൂറെങ്കിലും അടച്ച് വെക്കണം. ശേഷം ആണ് നമ്മളിത് തുറന്ന് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ രാവിലെ ഇനി തുറന്ന് നോക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന തണ്ടിൽ നിന്ന് നമ്മൾ ഉണ്ണിപ്പിണ്ടി എടുക്കണം കേട്ടോ. ഏകദേശം ഒരു 4-5 പഴമൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിങ്കി കൂടെ തന്നെ ഉണ്ട്. അവൾക്കാണെങ്കിൽ പഴം ഭയങ്കര ഇഷ്ടമാണ്. വാഴക്കൊല കര കളയാൻ വേണ്ടി നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ട്. പിങ്കി കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവൾക്കൊരു പഴം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. നമുക്കിത് രാവിലെ ഒന്നും നോക്കാൻ പറ്റിയില്ല. ഏകദേശം ഒരു 10 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ കവറും ഇലയൊക്കെ അഴിച്ചു മാറ്റിയപ്പോൾ നമ്മുടെ വാഴത്തണ്ടിൽ നിന്ന് ആ ഔഷധ ഗുണമുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട്. വാഴത്തണ്ടാണെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ചമർപ്പൊന്നുമില്ല വെള്ളത്തിന്. ഇഞ്ചിയുടെ ടേസ്റ്റുള്ളൊരു പച്ചവെള്ളം. അങ്ങനെ നമുക്ക് വെള്ളം വറ്റുന്നവരെ 2-3 ദിവസത്തേക്ക് വെറും വയറ്റിലൊന്ന് കുടിച്ച് നോക്കാം. ചെറിയ പ്രാണികളൊന്നും അരിച്ച് കയറാത്ത വിധം നമ്മൾ സൂക്ഷ്മമായി തന്നെ ഇത് കെട്ടി വെക്കണം. 2ാമത്തെ ദിവസം നമ്മൾ ഇതുപോലെ തന്നെ രാവിലെ അഴിച്ച് നോക്കിയപ്പോൾ 1/4 ഗ്ലാസ് വെള്ളമാണ് കിട്ടിയത്. ഏകദേശം നമുക്കൊരു 4 ദിവസമൊക്കെയാണ് നമുക്കിതിന്ന് വെള്ളം കിട്ടിയത്. ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് കിഡ്നി സ്റ്റോണിന് അത്യുത്തമമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, സബ്സ്ക്രൈബ്